അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തു. അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. കോടതിൻ്റെ നിരീക്ഷണം കൂടെ ഇതിലുണ്ട്. അത് പ്രകാരം നമ്മൾ മുന്നോട്ട് ആക്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ നിയമങ്ങളിൽ പ്രോപ്പറായിട്ട് പാലിക്കേണ്ടത് എല്ലാവർക്കും ചുമതലയാണ്. നമ്മുടെ അതേപോലെ തന്നെ അത് കർശനമായിട്ട് പാലിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. നമുക്ക് അവിടെ പോയ ആളുകളുടെ എല്ലാവരുടെയും ഭാഗത്തിൽ നല്ല നിരീക്ഷണമുണ്ട്. നമുക്ക് നല്ല അറിവുണ്ട് അവരുടെ ആരാണത്, അതിൻ്റെ അവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണ്, ഇതിൻ്റെ നല്ല നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ കൂടെ അങ്ങനെ ആരെങ്കിലും പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള അനാലിസിസ് ദ്വാര നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. കുറേയധികം മാവോയിസ്റ്റിനെതിരായിട്ടുള്ള നടപടി ആയിരുന്നു. കുറച്ച് എൻകൗണ്ടേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മാവോയിസ്റ്റ് നേതാക്കളും കാഡേഴ്സും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം ആളുകൾ ഇതിൽ സറണ്ടർ ആയിട്ടുണ്ട്. അങ്ങനെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പൊതുവെ ഒരു വീക്കൻ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഓർഗനൈസേഷന് നിരോധിച്ചതിന് ശേഷം കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അവരുടെ പ്രവർത്തനം മാറ്റിയത് വേറെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ പാർട്ടീസും SDP അതുപോലത്തെ അംഗങ്ങൾ പോയിട്ടുണ്ടോ അതിലേക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ഒരു നല്ല നിരീക്ഷണം തുടർന്നുണ്ടോ അതിലെ സംശയം. നമുക്ക് സ്റ്റേഷനിൽ വരുന്ന ഓരോരോ വിക്ടിമോ അല്ലെങ്കിൽ പരാതിക്കാരനെങ്കിൽ അവരായിട്ട് പ്രോപ്പറായിട്ട് പെരുമാറ്റുക, നന്നായിട്ട് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത് എൻ്റെ വ്യത്യാസം. ഡ്രഗ്സിന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വരുന്ന പ്രൊസീഡ്സിന് ടെറർ എലിമെൻറ്റ്സ് കൊടുത്തിട്ട് ഇവർ ടെറർ ഇൻസിഡൻസ് ഉണ്ടാക്കാൻ വേണ്ട ഒരു ശ്രമം ISA ഭാഗത്തുണ്ട്. അത് നമ്മളിതിൻ്റെ റിപ്പോർട്ട്സ് ഇൻപുട്സ് നമുക്കുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർ റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന പോലീസിലേക്ക് സാർ തിരിച്ചെത്തുന്നത്. എത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടാണ്. പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് സാർ ലക്ഷ്യമിടുന്നത്? ഞാൻ 16 വർഷം ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്നു. തിരിച്ചതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിൽ തിരിച്ച് മടങ്ങി വരുന്നത്. ഇവിടെ കേരള പോലീസ് നിങ്ങൾ അറിയാം, നല്ല ഒരു പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ്. പോലീസ് സേവനം ചെയ്യുന്ന ആളാണ്, പോലീസ് സർവീസാണ്. അതിലെ ഭാഗമായിട്ട് ഇപ്പോഴത്തുള്ള പോലീസ് ഓഫീസേഴ്സ്, യങ് പോലീസ് ഓഫീസേഴ്സും all ranks, I found them to be very competent and very committed, and I hope that we will as a good team നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനം ചെയ്യാൻ സാധിക്കുമെന്നത് എനിക്ക് എൻ്റെ അഭിപ്രായം, എനിക്കങ്ങനെ ഉറപ്പുണ്ട്. ഒന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സാർ പ്രവർത്തിച്ചിട്ടുണ്ട്, അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം കേരള പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന ഒരു ധാരണ ഈ കുറച്ച് ദിവസമായിട്ട് ചുമതലയേറ്റതിന് ശേഷം ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, എന്താണ് സാറിൻ്റെ ആക്ഷൻ പ്ലാൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം കേരള പോലീസ് വെരി പ്രൊഫഷണൽ പോലീസ് ഫോഴ്സാണ്. ഇവിടെ നമുക്കുള്ള ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണത്തിലും വളരെ മികച്ചമായ പ്രയത്നം ചെയ്യുന്നുണ്ട്. ക്രമസമാധാനത്തിൻ്റെ ഭാഗത്തിൽ ഞങ്ങൾ കുറേയധികം അതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചിട്ട് നല്ല രീതിയിൽ ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. എല്ലാ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിൻ്റെ പോലീസുമാരും പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സ്റ്റേഷൻ ലെവലിൽ അല്ലെങ്കിലും സർക്കിളിലും അതുപോലെ തന്നെ സബ് ഡിവിഷൻ ലെവലും എല്ലാ റാങ്ക്സിലുള്ള ഓഫീസേഴ്സിനെ നമ്മളൊരു ടീമായിട്ട് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് കുറേയധികം ഇതിലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ വിശ്വാസം ഉണ്ട്. അതുപോലെ തന്നെ കുറ്റാന്വേഷണത്തിൽ കൂടെ നമുക്ക് സ്റ്റേഷനിൽ വരുന്ന ഓരോരോ വിക്ടിമോ അല്ലെങ്കിൽ പരാതിക്കാരനെങ്കിൽ അവരായിട്ട് പ്രോപ്പറായിട്ട് പെരുമാറ്റുക, നന്നായിട്ട് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത് എൻ്റെ ഉദ്ദേശം. പോലീസ് കൂടുതൽ ഫ്രണ്ട്ലി ആവണം. തീർച്ചയായിട്ടും. ഇപ്പോൾ വേൾഡിൽ ഏറ്റവും ഭീഷണിയായിരിക്കുന്നത് ഡ്രഗ്സാണ്, പ്രത്യേകിച്ച് കെമിക്കൽ ഡ്രഗ്സ്. നമ്മുടെ നാട്ടിലും കേരളത്തിലും കെമിക്കൽ ഡ്രഗ്സ് വ്യാപകമായിട്ട് വരുന്നുണ്ട്. കെമിക്കൽ ഡ്രഗ്സ് നേരിടാൻ വേണ്ടി പോലീസിൻ്റെ പ്രത്യേക ടീമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക? താങ്കൾ സൂചിച്ച പ്രകാരം ഡ്രഗ്സ് എന്നത് ഒരു മിനേസാണ്. ഇത് നമ്മുടെ ജനറേഷനൊക്കെ തന്നെ വളരെ ബാധിക്കാൻ പോകാനുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഒരെണ്ണം യൂസേഴ്സും, രണ്ടാമത്തേത് ഇവിടുത്തുള്ള പെഡ്ലർസും, മൂന്നാമത്തേത് സപ്ലയേഴ്സും. ഈ 3 രംഗങ്ങളിൽ നമുക്ക് ഞങ്ങളുടെ ഭാഗത്തും കുറേയധികം ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻ്റലിജൻസ് വിഭാഗത്തിനുണ്ട് നല്ലപോലെ ഇൻപുട്സ് ഉണ്ട്, അത് നമ്മളെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓൾ ഗവൺമെൻറ് അപ്രോച്ച് പോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതാണ്. നമ്മുടെ NCBന് DRIയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 4 പേരും ഒന്നിച്ചിട്ട് നമ്മൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ചിൽ
ഡ്രഗ്സിന് നേരിടാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോയിങ് ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഓൾ ദ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദിസ് വൺ. അവർക്കെതിരായിട്ടുള്ള കർശനമായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതാണ്. ഐ എം വെരി ഹോപ്പ്ഫുൾ ദാറ്റ് നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഇതിലുണ്ടാവാൻ ഉദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം നമുക്കുള്ള ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, പിന്നെ ജനമൈത്രി സുരക്ഷാ പദ്ധതി, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കേരള പോലീസിനും സമൂഹത്തിനും വളരെ വളരെ ബന്ധങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ ആ രീതിയിൽ അവരെ ഉപയോഗിച്ചെടുത്ത് ഇതിലാവശ്യമുള്ള സമൂഹത്തിനും കൂടെ നമ്മുടെ അവയർനെസ് കൂട്ടാൻ വേണ്ടിയും കുട്ടികളിനെ ഇതിനുവേണ്ടി പിന്തിരിപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ ഭാഗത്തിൻ്റെ ഒരു ശ്രമമുണ്ടാവും. പോലീസും സമൂഹവും ആൻഡ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചെടുത്ത് ഇതിനെ തടയാനുള്ളതാണ്, പ്രിവെൻറ്റ് ചെയ്യാനുള്ളതും. പിന്നെ അതുപോലെ തന്നെ കേസുകൾ എടുത്തതിന് ശേഷം അവർക്കെതിരായിട്ടുള്ള കർശനമായിട്ട് നടപടി സ്വീകരിക്കണം. അവർക്കെതിരെ ഇതിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ചെയ്യുന്ന ആളുകളും മറ്റതുപോലത്തുള്ള കാട്ടിലുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് വളരെ കർശന നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. പൊതുവെയുള്ള ഒരു പരാതി, മയക്കുമരുന്ന് കടത്തുന്നയാളെ പിടിക്കുന്നു, അതിന് മുകളിലോട്ട് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആരാണോ പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം പൊതുവേ ഉണ്ട്. അങ്ങനെ അതിനൊരു പരിഹാരം കാണുമോ? തീർച്ചയായിട്ടും ഇതിൽ ഈ ഇൻവെസ്റ്റിഗേഷനിൽ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത് മനസ്സിലാക്കുന്ന ആദ്യമാണ്. കാരണം ഇവർ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ട് അവർ ചെയ്യുന്നത്. നമുക്ക് ആ ലിങ്ക്സ് കണ്ടുപിടിക്കുക, അവരിനെയും കൂടെ കേസിൽ ഉൾപ്പെടുക എന്നത് കുറച്ച് ലീഗൽ ചാലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഇതിലുണ്ട്. അത് നമ്മൾ ഒരു സമഗ്രമായ രീതിയിൽ അതിലേക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലരും ഇവിടെ ഇല്ല. പലരും പുറത്ത് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് അന്യ രാജ്യങ്ങളിൽ ദേശങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നതാണ് അവരുടെ ഈ വ്യാപാരം. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാറും NCBയും കൂടെ നമ്മൾ ഇത് ഉൾപ്പെടാൻ കാരണം തന്നെയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വിദേശത്തു നിന്ന് മയക്കുമരുന്ന് കേരളത്തിലോട്ട് രാജ്യത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പഞ്ചാബിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് ഒരു തീവ്രവാദ പ്രവർത്തനം പോലെ രാജ്യത്തിന് ഭീഷണിയായത് ഒരുപക്ഷെ ചരിത്രം നോക്കുമ്പോൾ പഞ്ചാബായിരിക്കാം. സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും രാജ്യം നേരിടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലേ, നമുക്ക് ഇവിടുത്തെ 3 കാറ്റഗറീസായിട്ട് ഡ്രഗ്സ് ആയിട്ടുള്ളതാണ്. ഒരെണ്ണം ഗാഞ്ച പോലത്തുള്ളതാണ്. ജനറലി നമ്മൾ ധാരണ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രോഗേഷൻ റിപ്പോർട്ട്സ് മനസ്സിലാക്കുന്നത് ഇത് അധികം വരുന്നത് ആന്ധ്ര ഒറീസ ബോർഡർ ആ ഏരിയ എന്ന് പറയുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഈ സിന്തറ്റിക് ഡ്രഗ്സാണ്. അത് ഈ ബാംഗ്ലൂർ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് കണ്ടത് ബാംഗ്ലൂർ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒമാൻ എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വീച്ച് ചെയ്ത ഡ്രഗ് അതിന്. പിന്നെ മൂന്നാമത്തത് പുറത്തുനിണ്ട് വരുന്നത് ഹീറോയിനും കൊക്കൈനും പോലത്തുള്ളത് പുറത്തുനിണ്ട് ഈ ഏരിയൽ റൂട്ട്സോ അല്ല മറ്റേ എയർപോർട്ട്സോ അല്ലെങ്കിൽ സീ പോർട്ട്സോ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയും 3 കാര്യങ്ങളിലെ നമ്മൾ നിരീക്ഷണം കൂട്ടണമാണ്. ബോർഡേഴ്സിലെ നമ്മൾ നിരീക്ഷണം കൂട്ടണം, അവിടുത്തെ ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതിന് ആവശ്യമുള്ള ഇൻ്റലിജൻസിന് കളക്ഷൻ അതിന് കൂട്ടിയിട്ട് അതിൽ ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. മറ്റൊന്ന്, നേരത്തെ സാറ് ചുമതലയേൽക്കുന്നതിന് മുമ്പേ ചർച്ചയായത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഈ ലൊക്കേഷനുകളിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ എന്ന രീതിയിൽ കൂടുതൽ ആൾക്കാർ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ലൊക്കേഷനുകളൊക്കെ കർശനമായ പരിശോധനയും ഒന്നുകൂടെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന അങ്ങനെ ഒരു അഭിപ്രായം പോലീസിനുണ്ടോ? ഞാൻ അതിൻ്റെ കാര്യം പഠിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ വിൽപ്പനയ്ക്ക് ഈ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്താൻ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന കാര്യമുണ്ട്. അപ്പം അതിൽ പോലീസ് മാത്രം വിചാരിച്ചാൽ അത് തടയാൻ സാധിക്കുമോ? അപ്പം ഈ പാരൻസും അതുപോലെ പബ്ലിക്കിൻ്റെയൊക്കെ സപ്പോർട്ട് ഈ കാര്യത്തിന് കൂടുതൽ ആവശ്യം വരില്ലേ? താങ്കൾ സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിക്കാറും നിങ്ങൾക്കിവിടെ ഒരു വലിയ സേനയുണ്ട്. 88,000 സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്. അവരും അതുപോലെ തന്നെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് നമുക്കുണ്ട്. അവരും പ്ലസ് ജനമൈത്രിയുടെ ഭാഗമായിട്ടുള്ള സമൂഹത്തോടുള്ള ഞങ്ങൾക്ക് വളരെ പോലീസിന് കൂടുതലായിട്ടുള്ള എണ്ണമുള്ള ആളുകൾ നിങ്ങളുടെ ബന്ധമുള്ള ആളുകളുണ്ട്. അവരും ഈ 3 കാറ്റഗറീസ് ആളുകളും നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ തടയാൻ സാധിക്കുമെന്ന്. റിപ്പോർട്ടർ TV മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ ഞങ്ങൾ നേരത്തെ കാസർഗോഡ് മുതൽ തുടങ്ങിയതാണ്. മിക്കയിടങ്ങളിലും ഈ റോഡ് ഷോ, റാലിയാണ്. വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. ഞങ്ങൾ ഇനിയും ആ റാലി തുടരും. അപ്പോൾ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു പോലീസിൻ്റെ ഫൈറ്റിനൊപ്പം റിപ്പോർട്ടർ TVയും ഉണ്ടാകും. താങ്ക് യു. അത് നമ്മുടെ കൂടെ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ച് ചെയ്യാം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയും പിന്നെ ഈ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ അഡിക്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു
റിലീഫ് കൊടുക്കാനുള്ള ഒരു ഭാഗത്തിനും കൂടെ എല്ലാം നമ്മൾ ഒരു ഓൾ ഗവൺമെൻറ് അപ്രോച്ച് ഇതിൽ ആവശ്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന് സാർ, ഈ സൈബർ തട്ടിപ്പാണ്. സൈബർ തട്ടിപ്പ് ഇങ്ങനെ കൂടി വരികയാണ്, കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡുണ്ട്. അപ്പം ഇതിനൊക്കെ വിക്റ്റിം ആവുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുമാണ്. എങ്ങനെയാണ് നമ്മളതിനെ പ്രതിരോധിക്കുക? തീർച്ചയായിട്ടും ഇന്നു സമൂഹത്തിന് ഡ്രഗ്സോടൊപ്പം തന്നെ എല്ലാവരും ബാധിച്ചത് അല്ലെങ്കിൽ വിക്റ്റിമായത് ഒരു സൈബർ ക്രൈമായിട്ട്. സൈബറിൽ നമുക്കറിയാം 3 പേരുണ്ട്. ഒരെണ്ണം വിക്റ്റിം, സൈബർ ക്രിമിനലും, പിന്നെ ബാങ്കും. ഈ മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മേജറായിട്ടുള്ള കേസുകളിലെ അന്വേഷണം നന്നായിട്ട് പോകും, 100% അതിലേക്ക് നിന്ന്. പിന്നെ ചെറിയ ചെറിയ കേസുകളിൽ നമ്മളതിന് ഓരോ ജില്ലാ തരമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ അനാലിസിസ് നടത്തിയിട്ട് I4C, കേരള പോലീസിൻ്റെ സൈബർ വിഭാഗം, പിന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനും ലോക്കൽ സൈബർ സ്റ്റേഷനും, ഈ 3 രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ഒരെണ്ണം അവയർനെസ് കൂട്ടാൻ വേണ്ടിയും, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ നന്നായിട്ട് ചെയ്യുക, അവരിനെ കൂടെ കർശനമായിട്ട് നടപടി സ്വീകരിക്കാനുള്ളത്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി സ്ട്രോങ് ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ്. ഈ പോക്സോ കേസാണ്. പൊതുവേ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്ന എണ്ണമൊക്കെ കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ശിക്ഷാ നിരക്ക് താരതമ്യേന കുറയുന്നു എന്ന ഒരു പരാതിയുണ്ട്. അപ്പം ഈ പോക്സോ കേസിൻ്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും? ഇല്ല, പോക്സോ കേസുകൾ വളരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന കേസുകളാണ്. എല്ലാ മേലുദ്യോഗസ്ഥന്മാരും അതിലെ വളരെ അതിൻ്റെ മേൽനോട്ടം കൊടുത്തിട്ടാണ് ഇതിൽ അന്വേഷണം നടക്കുന്നതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച പ്രകാരം എന്തെങ്കിലും ഈ പ്രോസിക്യൂഷൻ ഭാഗത്തിലെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ലേമികളുണ്ടെങ്കിലും അത് പരിഹാരക്കാനുള്ളത് നമ്മളെ ഭാഗത്തുനിന്നുണ്ട് ശ്രമം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് വിക്ടിംസിന് സപ്പോർട്ട് കൊടുക്കുക, പിന്നെ തെളിവ് കൊടുക്കാനുള്ള അവർക്ക് സാഹചര്യം കൊടുക്കുക, അവർക്ക് അവരുടെ ഒരു ഈ സപ്പോർട്ടിനൊപ്പം തന്നെ എൻകറേജ് ചെയ്യുക, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും. മറ്റൊന്ന് ഈ ക്രിമിനൽസാണ്. ക്രിമിനൽസുകളുടെ പാർട്ടികളിൽ ചില ഘട്ടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായതൊക്കെ നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് കൊച്ചി ബേസായിട്ടുള്ള ഗുണ്ട ടീമിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഗസ്റ്റായി പങ്കെടുക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽസിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ പോലീസുകാർ സഹായിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അങ്ങനെ അതൊരു തിരുത്തൽ, സേനക്കകത്ത് ഒരു തിരുത്തൽ വേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ അസോസിയേഷൻ ഷുഡ് ബി ഗുഡ് അസോസിയേഷൻ, സത് സംഘം പറയുന്നില്ല. അതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അങ്ങനെ ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് ഉപദേശിക്കാം. ആവശ്യത്തിൽ വേണമെങ്കിൽ ഡിസ്പ്ലേഷൻസ് കൂടെ ഉണ്ടാവും, അങ്ങനെ പാടില്ല എന്നുള്ളതിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഭാഗത്തുനിന്നുണ്ട്. ഈ അവർക്ക് അവയർനെസ് കൊടുക്കുക, അവരെ സെൻസിറ്റൈസ് ചെയ്യുക, അതിൻ്റെ അവരുടെ അതുപോലത്തെ ആരെങ്കിലും ചെയ്താണെങ്കിൽ അവർക്ക് ഇതിലായിട്ട് നടപടി സ്വീകരിക്കാം. മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന ഒന്ന്, ശബരിമലയിലോട്ട് ADGP MR അജിത് കുമാർ ഒരു ട്രാക്ടറിൽ യാത്ര നടത്തിയതാണ്. അത് ചർച്ചയാണത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഇങ്ങനെ നിയമം ലംഘിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് പോലീസിൻ്റെ ഒരു പൊതുസമൂഹത്തിനിടയിലുള്ള അത് ഒരു മോശമായ രീതിയിലേക്ക് വിലയിരുത്തപ്പെട്ടില്ലേ? അത് ഒരു വീഴ്ചയല്ലേ സത്യത്തിൽ? അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തു. അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. കോടതിൻ്റെ നിരീക്ഷണം കൂടെ ഇതിലും ഉണ്ട്. അത് പ്രകാരം നമ്മൾക്ക് മുന്നോട്ട് ആക്ഷൻ പോകുന്നില്ലേ? ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ നിയമങ്ങളിനെ പ്രോപ്പറായിട്ട് പാലിക്കേണ്ടത് എല്ലാവർക്കും ചുമതലയാണ്. നമ്മുടെ അതുപോലെ തന്നെ അത് കർശനമായിട്ട് പാലിപ്പിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. മറ്റൊന്ന്, സാറ് ചുമതല ഏറ്റെടുത്ത സമയം മുതൽ സാറിനെതിരെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ സാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നേരത്തെ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരം പ്രചാരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ഞാൻ കണ്ടതാണ്. പക്ഷേ അതിന് എനിക്ക് എന്തെങ്കിലും കമൻ്റ് ഒന്നും ഇല്ല അതിലേക്ക്. അതങ്ങനെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവായുള്ള പ്രചാരണം വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ മനസ്സിന് വിഷമം തോന്നിയോ? അങ്ങനെ പ്രശ്നമില്ല. ഒന്ന് നേരത്തെ തുടങ്ങിയത് കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിൽ തുടങ്ങുന്നു, ഒരു കുറേ കാലം കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. പിന്നീട് വലിയ മാറ്റത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. സ്വാഭാവികം വലിയ കേരളത്തിൽ പൊതുവേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സിലാവട്ടെ എല്ലാത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം നേരത്തെയുള്ളതുപോലെയുള്ള പൊളിറ്റിക്കൽ ക്രൈം താരതമ്യേന കുറഞ്ഞു. നേരത്തെയുള്ള സമയത്ത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കണ്ണൂർ ബേസ് ചെയ്ത് പൊളിറ്റിക്കൽ മർഡറുകൾ സ്ഥിരമായി നടക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷമില്ല ഇപ്പോൾ കേരളത്തിൽ. ഐ തിങ്ക് അതിൻ്റെ ഭാഗത്തുള്ള ക്രമസമാധാന ഭാഗത്തുള്ള കേരളം മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ.
കാരണം അതുപോലത്തുള്ള വളരെ കുറവാണ് കണ്ടത്. ആക്ച്വലി ക്രമസമാധാനം ഞങ്ങൾ ഇവിടത്തുള്ള ഒത്തിരി സമരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നും അൺകൺട്രോളബിളായിട്ട് പോകുന്നില്ല. അതൊക്കെ ആ സ്ഥലത്ത് നോക്കുകയാണെങ്കിലത്തേക്ക് ക്രമസമാധാനം നല്ല രീതിയിൽ പോകുന്നതിന് എൻ്റെ വിശ്വാസം. അതിനെ പാലിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തിൻ്റെ 100% ഉണ്ടാവും. ഈ പ്രൊട്ടസ്റ്റുകളും ഒരു ഹെൽത്തിയാണ്, സൊസൈറ്റിയുടെ ഒരു ഇതാണ്, ഭാഗമാണ്, ചേഞ്ചാണത്. അതെ. മറ്റൊന്ന്, നമ്മളിപ്പോൾ കേരളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വരുന്നു എന്ന് പറയപ്പെടുന്നത് എയർപോർട്ട് വഴിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ്നാട്ടിലുള്ള എയർപോർട്ട് വഴിയും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ കടൽ വഴി ഡ്രഗ്സ് വരുന്നതായിട്ട് കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ? ആക്ച്വലി കടൽ മറ്റേ കോസ്റ്റ് ലൈൻ വൾണറബിലിറ്റി ഉണ്ട്. കാരണം ഒത്തിരി ഷിപ്പ് മൂവ്മെൻറ്റും ബോട്ട്സ് മൂവ്മെൻറ്റും ഇതിലുണ്ട്. നേരത്തെ ഇൻപുട്സ് ഉണ്ടായിരുന്നു, ഹൈ സീസിലെ ഇങ്ങനെ ഡ്രഗ്സിൻ്റെ കൈമാറും പറഞ്ഞിട്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തില്ല. അത് ആ ഹൈ സീസിൽ നോക്കുന്നത് നാവിയും പിന്നെ കോസ്റ്റ് ഗാർഡ് നോക്കുന്നതാണ്. ഈ നമ്മുടെ കോസ്റ്റ് ലൈനിലുള്ള കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻസിൽ നമ്മൾ അവരുടെ ഇതിലെ ഭാഗത്ത് വേണ്ടി നോക്കാൻ വേണ്ടിയും ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയും ജാഗ്രത കൂട്ടാൻ വേണ്ടിയും ഒരു നിർദ്ദേശവും കൊടുത്തു. അതിന് ഞങ്ങളൊപ്പം ലോക്കൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയും പ്ലസ് പോലീസും എല്ലാവരും മുൻനിർത്തി അതിൽ ജോലി ചെയ്താണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ത്രെട്ടിന് കുറയ്ക്കാൻ സാധിക്കും നമ്മളായിരുന്നു. സർ, ഈ ഡ്രഗ്സും ഒപ്പം തന്നെ ടെററിസവുമായിട്ട് കണക്റ്റഡ് ആണോ? അങ്ങനെ കണക്റ്റായിട്ട് വരുന്നുണ്ടോ അതിൻ്റെ സപ്ലൈ? ആക്ച്വലി വളരെ അതിനെ നാർക്കോ ടെററിസത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം പാകിസ്ഥാനിൻ്റെ ISI ഇതിൽ പലതവണ ഡ്രഗ്സിനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓർന്ന പ്രൊസീഡ്സിന് ടെറർ എലിമെൻറ്റ്സ് കൊടുത്തിട്ട് ഇവർ ടെറർ ഇൻസിഡൻസ് ഉണ്ടാക്കാൻ വേണ്ട ഒരു ശ്രമം ISI ഭാഗത്തുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഒത്തിരി റിപ്പോർട്ട്സ് ഇതിലുണ്ട്, ഇൻപുട്സ് നമുക്കുണ്ട് ഇതിലേക്ക്. നാർക്കോ ടെററിസം ഉണ്ട്, പക്ഷേ നമുക്ക് അവിടുന്ന് ഇന്നുവരെ അവിടെ തടയാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരിയധികം. മറ്റൊന്ന്, കേരളത്തിൽ നിന്ന് നേരത്തെ ISISലോട്ട് ഒട്ടേറെ പേർ പോയിരുന്നു, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. പലരെയും തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് അവിടെ പോയ ആളുകളുടെ എല്ലാവരുടെയും ഭാഗത്തിൽ നല്ല നിരീക്ഷണമുണ്ട്, നമുക്ക് നല്ല അറിവുണ്ട് അവരുടെ ആരാണത്, അവരുടെയൊക്കെ നീക്കങ്ങൾ എന്താണ്, ഇതിൻ്റെ നല്ല നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ കൂടെ അങ്ങനെ ആരെങ്കിലും പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കൂടെ സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള അനാലിസിസ് ദ്വാര നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് മാവോയിസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ഇത്രയും ഡിസ്ട്രിക്റ്റിലൊക്കെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ടോ കേരളത്തിൽ? നമുക്ക് മാവോയിസ്റ്റിൽ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ കുറേയധികം മാവോയിസ്റ്റിനെതിരായിട്ടുള്ള നല്ല നടപടി ആയിരുന്നു. കുറച്ച് എൻകൗണ്ടേഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി മാവോയിസ്റ്റ് നേതാക്കളും കാഡേഴ്സും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം ആളുകൾ ഇതിൽ സറണ്ടർ ആയിട്ടുണ്ട്. അങ്ങനെ മാവോയിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പൊതുവെ ഒരു വീക്കൻ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ KKT, കേരള, കർണാടക, തമിഴ്നാട് ബോർഡർ റീജിയനിലും ഉണ്ടായിരുന്ന ദളങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തിൽ ദളത്തിൻ്റെ സൈറ്റിംഗ് ഇല്ല. പിന്നെ അതോടൊപ്പം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഉള്ളത് ഓവർഗ്രൗണ്ട് ആക്ടിവിസ്റ്റും അങ്ങനെ സിമ്പത്തൈസേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ദളത്തിൻ്റെ ആക്ടിവിറ്റി ഇല്ല. പക്ഷേ നമ്മൾ അവിടുത്തെ ആ ഏരിയാസിൽ നല്ലപോലെ നിരീക്ഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പോലീസ് ഭാഗത്തുനിന്ന്. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയിലേക്ക് വരുന്നത്, IBയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ആ ചുമതലയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ രാജ്യത്തിന് ഭീഷണിയായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ നിലവിൽ രാജ്യം ഏതെങ്കിലും തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ? അല്ല, ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അതിൻ്റെ കുറച്ചാൽ നല്ലതിന് ഈ ഭീഷണികൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ടെറർ എലിമെൻറ്റ്സിൻ്റെ നല്ല നിരീക്ഷണം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും പിന്നെ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസും നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ട് കുറേയധികം നമ്മുടെ ടെററിസ്റ്റ് ഇൻസിഡൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോൺസും പിന്നെ ഡ്രഗ്സിൻ്റെതും കൂടെ ഇതിൽ നമുക്ക് ടോട്ടലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറേയധികം നമുക്ക് ഇതിലേക്ക് നല്ല ആക്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സസിൻ്റെ ഒരു നല്ല പ്രവർത്തനം കൊണ്ടാണ്. സർ, തീവ്രവാദ സ്വഭാവമുള്ള ഏതെങ്കിലും സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത് നമ്മൾ നോക്കുന്ന മണ്ണിലേക്ക് ഞങ്ങളുടെ ഭാഗത്ത് നല്ല നിരീക്ഷണം അതിലുണ്ട്.
തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കേന്ദ്ര സർക്കാരിന് കിട്ടിയ ഇൻപുട്സും നമുക്ക് ഇവിടത്തുള്ള ഇൻപുട്സും രണ്ടും വെച്ചിട്ട് നോക്കുന്നതാണ് അതിലേക്ക് നമുക്ക് അത് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രദ്ധ അതിലുണ്ട്. ആ തീവ്രവാദ സംഘടനകളും ആരെങ്കിലും എസ്പെഷ്യലി പാക് ഇൻ്റലിജൻസ് ബേസ്ഡ് ഓപ്പറേഷൻസ് അവർ നടക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ല ശ്രദ്ധ ഞങ്ങളുടെ ഭാഗത്തുണ്ട് അതിലേക്ക്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു, പക്ഷേ ആ സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലുണ്ടെന്ന അങ്ങനെയുള്ള ഒരു നിരീക്ഷണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഓർഗനൈസേഷനെ നിരോധിച്ചതിന് ശേഷം കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് അവരുടെ പ്രവർത്തനം മാറ്റിയത് വേറെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ പാർട്ടീസ് SDP അതുപോലത്തെ അംഗങ്ങൾ പോയിട്ടുണ്ടോ അതിലേക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നിരീക്ഷണം തുടർന്നുണ്ടോ അതിലെ സംശയമില്ല. ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിലേക്ക് പോകാതിരിക്കാൻ, അത് തടയാൻ, അവരുടെ ആശയപ്രചാരണം തടയാൻ പോലീസ് എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആശയപ്രചാരണത്തിൽ പോയ ആളുകളെ തിരിച്ച് അവരെ മറ്റ് ദേശീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഇതിൻ്റെ നാരേറ്റീവാണ് ഇത് ബേസിക്കലി. നമ്മുടെ കൗണ്ടർ റാഡിക്കലൈസേഷൻ നാരേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് അതിലേക്ക്. നമുക്ക് സമൂഹത്തോട് ബന്ധപ്പെടുക, ലീഡേഴ്സെ ബന്ധപ്പെടുക, പിന്നെ ഇതിലുള്ള ആ പ്രവണത കാണിക്കുന്ന ആളുകളിലേക്ക് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ മോണിറ്ററിങ്ങും മറ്റേതെല്ലാം നോക്കിയിട്ട് ആരാണത് നോക്കിയിട്ട് അതുപോലത്തെ ആളുകളിൽ നമ്മുടെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുപോകാനത് ഒരു ഗ്രേഡഡ് പോലീസ് റെസ്പോൺസ് നമുക്കുണ്ടാവും. നമ്മുടെ ആരെങ്കിലും അങ്ങനെ ഒരു പ്രൊക്ലിവിറ്റി കാണിക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുക, പിന്നെ സമൂഹത്തിന് ലീഡേഴ്സ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ബന്ധപ്പെട്ടിട്ട് അവരിന് അങ്ങോട്ട് പോവാതെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ഭാഗം ഞങ്ങൾ ഭാഗത്തുണ്ടോ കമ്മ്യൂണിറ്റിയിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സ്ട്രെസ്സ് കൂടുന്നുണ്ടോ? ഈ ആത്മഹത്യ, സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നതായിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ എന്ത് ചെയ്യും? പോലീസിൽ എന്തെങ്കിലുമൊക്കെ അറിയാം, ജോലി ഭാരം കൊണ്ട് പിന്നെ ജോലിൻ്റെ ഒരു രീതി കൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 2-3 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതാണ് അതിലേക്ക്. ഒരെണ്ണം പരിഷ്കാരങ്ങൾ വരുമ്പോഴത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ സെൻസിറ്റൈസേഷൻ, ജോലിയിൽ ഉണ്ടായിട്ടുള്ള ഹൗ ടു ഹാൻഡിൽ ദ സ്ട്രെസ്, അതിനെ പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇതാക്കുക. പിന്നെ പോലീസിന് ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി, കുറച്ച് ഒരു ഫാമിലി യൂണിയൻ ആക്കാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കാൻ പറ്റുന്നതാണ്. സ്ട്രെങ്ത് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? മാൻ പവർ കുറവാണോ ഇപ്പോൾ പോലീസ്? സ്ട്രെങ്ത് ഡെഫിനറ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ 60,000 പോലീസ് ഉണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മളതിൽ സർക്കാരിൻ്റെ എല്ലാ പിന്തുണ നമുക്കുണ്ടതിൽ എല്ലാം വേക്കൻസീസിന് ഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഉള്ള വേക്കൻസീസ് കുറവാണ്, അതെല്ലാം ഞങ്ങൾ ഫിൽ ചെയ്യും. ഈ ലാസ്റ്റ് ഈ ഗുണ്ടകൾ, ക്രിമിനൽസ് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൃശ്ശൂരിൽ. അതിനുശേഷം 1-2 സ്ഥലങ്ങളിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. തൃശ്ശൂരിൽ പോലീസ് അതിന് നേരിട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തെരുവിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അത് പാടില്ല. അതിന് വളരെ കർശനമായിട്ട് നടപടി ഞങ്ങൾ ഭാഗത്തുണ്ടാവും. നമുക്കുള്ള നിയമങ്ങൾ കാപ്പ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. സംശയമില്ല ഇതിലേക്ക്. ഒന്ന്, സംസ്ഥാന പോലീസിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പോലീസും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാന ഭീഷണിയാകുന്ന മയക്കുമരുന്നിനെ നേരിടാനുള്ള വലിയ പദ്ധതികൾ പോലീസ് ആസൂത്രണം ചെയ്യുകയാണ്. അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് സംസ്ഥാന പോലീസ് മേധാവി അഭ്യർത്ഥിക്കുന്നത്. നന്ദി. താങ്ക് യു. നമസ്കാരം.